എൻസിപിയിലെ മന്ത്രിമാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെ എന്നാണ് CPM തീരുമാനം. ഇപ്പോൾ ശശീന്ദ്രനെ മാറ്റിയാൽ അദ്ദേഹം മുമ്പ് ഉന്നയിച്ചതുപോലെ MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാമെന്നും അത് മുന്നണിയെയും സർക്കാരിനെയും ബാധിക്കുമെന്നുമുള്ള വിലയിരുത്തലിലാണ് CPM എത്തിയത്. 1.5 വർഷം മാത്രമേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ബാക്കിയുള്ളൂ. അതിനു മുമ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് CPM ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിമാറ്റം ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അത് സംബന്ധിച്ച ഒരു തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പാർട്ടിയുടെ മന്ത്രിയെ മാറ്റണമെന്ന് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ പാർട്ടിയുടെ അസ്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് മുന്നോട്ട് പോകുന്നതെന്ന വിമർശനം NCP നേതൃയോഗത്തിൽ ഉയർന്നിരുന്നു. ചൊവ്വാഴ്ച രാത്രി NCP അധ്യക്ഷൻ ശരത് പവാറിന്റെ വസതിയിലെത്തി തോമസ് കെ തോമസും PC ചാക്കോയും പ്രകാശ് കാരാട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മന്ത്രിമാറ്റം സംബന്ധിച്ച കാര്യങ്ങളിലായിരുന്നു അനൌദ്യോഗിക ചർച്ചയുണ്ടായിരുന്നത്. മന്ത്രിമാറ്റത്തിന് ശശീന്ദ്രൻ വഴങ്ങാത്തതിൽ സംസ്ഥാന നേതൃത്വത്തിലുള്ള അതൃപ്തി പവാറിനെ ധരിപ്പിച്ചു എന്നാണ് വിവരം. മന്ത്രിമാറ്റം സംബന്ധിച്ച് ചർച്ചയിൽ കൂടുതൽ സംസാരം നടന്നിട്ടില്ലെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തോമസ് കെ തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ബുധനാഴ്ച വീണ്ടും ചർച്ചയ്ക്ക് ശ്രമം നടത്തിയെങ്കിലും ക്ഷണം ലഭിക്കാത്തതിനെ തുടർന്ന് തോമസ് കെ തോമസ് പുലർച്ചെ തന്നെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. അതേസമയം മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന് A.K. ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം പരോക്ഷമായി പറഞ്ഞിരുന്നു. തോമസ് കെ തോമസ് MLA മന്ത്രിയാകാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിന് രാജിവെക്കണമെന്നായിരുന്നു ശശീന്ദ്രന്റെ ചോദ്യം. രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു.